നമസ്കാരം. നമ്മുടെ നാടിന് സാരമായി എന്തോ സംഭവിച്ചിരിക്കുന്നു. നന്ദഗോവിന്ദം ഭജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുമ്പോൾ ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ജാതിമത ഭേദമന്യേ നമ്മൾ ഒരുമിച്ച് ജീവിച്ചവരാണ്. എന്തിനും ഏതിനും കുത്തിത്തിരിപ്പുമായി ചിലർ രംഗത്തിറങ്ങുന്നത് എന്തുകൊണ്ടാണ്? നന്ദഗോവിന്ദം ഭജൻ ഹൈന്ദവ വിശ്വാസത്തിനും ഹൈന്ദവ സമൂഹത്തിനും നൽകുന്ന സംഭാവന എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്ര വേഗം ഇക്കൂട്ടർ വിസ്മരിക്കുന്നത്? എത്ര വലിയ കുത്തിത്തിരിപ്പാണ്, എത്ര വലിയ വ്യാജ പ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവരെയൊക്കെ ആരാണ് ഹൈന്ദവ വിശ്വാസികളുടെ സംരക്ഷകരായി ചുമതലപ്പെടുത്തിയത്? ദയവായി നിങ്ങളൊക്കെ മറന്നുപോകുന്ന ഒരു സംഗതിയുണ്ട്. ക്രൈസ്തവ മുസ്ലിം മതത്തിൽ നിന്ന് വ്യത്യസ്തമായി ഹൈന്ദവ മതത്തിന് മഹത്തായ ഒരു പാരമ്പര്യവും ആചാരരീതിയുമുണ്ട്. ക്രൈസ്തവരും മുസ്ലിമുകളും ഏക ദൈവം അവരുടേത് മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നിട്ടും അവർ പലയിടങ്ങളിലും പള്ളികളിലും മറ്റും ഹൈന്ദവാചാരങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ പരിശ്രമിക്കാറുണ്ട്. ഹൈന്ദവ വിശ്വാസം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഒരു ഹിന്ദുവിനെ അവൻ്റെ ക്ഷേത്രത്തിൽ മറ്റ് ദൈവത്തെ പോലും പ്രതിഷ്ഠിച്ച് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത്രയും മഹത്താണ് ഹൈന്ദവ വിശ്വാസം എന്നിവർ മറന്നുപോകുന്നു. ഇവർ വാസ്തവത്തിൽ ഹൈന്ദവ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെയൊക്കെ അധിക്ഷേപിക്കുകയാണ് ഇവരുടെ വിവരക്കേടുകളും വർഗീയ മനസ്സും കൊണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ സംഗമഭൂമിയിൽ പമ്പയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങളുടെ ഗ്രാമത്തിൽ, അതായത് എരുമേലി പഞ്ചായത്തിൻ്റെയും പെച്ചൂച്ചിറ, റാന്നി, പെരിനാട് പഞ്ചായത്തുകളുടെയും സംഗമഭൂമിയായ ഇടകടത്തി ആറാട്ടുകടവ് ക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. എത്രയോ കാലമായി ആ ക്ഷേത്രത്തിലെ പ്രധാന പരിപാടിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് നടത്തുന്നത് ഞാനാണ്. ഇത്തരത്തിൽ എല്ലായിടത്തുമുണ്ട്. ഇക്കഴിഞ്ഞ ഉത്സവത്തിനും ഞങ്ങളവിടെ ഗാനമേള നടത്തി. ഹൈന്ദവ ഭക്തിഗാനങ്ങളാണ് കൂടുതലെങ്കിലും ക്രിസ്ത്യൻ പാട്ടും അവിടെ പാടാതിരുന്നില്ല. എന്നിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഭാഗമായ കണമല സെൻറ് തോമസ് പള്ളിയിൽ ഒരാഴ്ച മുമ്പ് നടന്ന ഗാനമേളയാണിത്. പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിമുറ്റത്ത് സ്റ്റേജ് കെട്ടി നടത്തിയ ഗാനമേളയിൽ പള്ളിക്കെട്ട് പാടുന്നതിൻ്റെ ഒരു വരികൾ കേൾക്കുക. ഒരു ക്രിസ്ത്യൻ വിശ്വാസിക്കും പള്ളിമുറ്റത്ത് വെച്ച് ഇങ്ങനെ പള്ളിക്കെട്ട് പാടിയതിൽ ഒരു പരാതിയും ഉണ്ടായില്ല. ഇത് ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ്. ഈ നന്ദഗോവിന്ദ ഭജൻകാർ ഭജൻ പാടിയപ്പോൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും സ്വീകരിച്ചതെന്ന് ഓർക്കുക. എന്നിട്ടും നിങ്ങളിങ്ങനെ ബഹളം വയ്ക്കുന്നത് നിങ്ങൾ ഹിന്ദുവിനെ ഉദ്ധരിക്കാനല്ല, നേരെ മറിച്ച് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ അപമാനിക്കാനാണ്. മഹാഭൂരിപക്ഷം വിശ്വാസികളുടെയും നിലപാടാണ് ഇതൊന്നും നിങ്ങൾ മറക്കരുത്. സംഘപരിവാർ സഹയാത്രികനായ ഹിന്ദു വിശ്വാസിയായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എനിക്കിട്ട വോയിസ് കേൾക്കുക. ഈ മോദിയെ കണ്ടിട്ട് RSS ആയ കുറെ എണ്ണം ഉണ്ട്. ഇതുങ്ങളാണ് വന്ന് ഉള്ള നാശം മൊത്തം ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് KJPയുടെ ക്രിസ്ത്യൻ അജണ്ടയാണ്, കോപ്പാണ്. കുറെ നാറികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവനൊന്നും വോട്ട് ചെയ്യാൻ പോലും പോകത്തില്ല. അന്നേരം ടൂറിന് പോകും, അല്ലെങ്കിൽ ഗുരുവായൂരമ്പലത്തിൽ പോയി ക്യൂ നിൽക്കും. ഈ നാറികളാണ് ഹിന്ദുവിനെ ഉദ്ധരിക്കാൻ നടക്കുന്നത്. എജ്ജാതി ടീംസാണെന്നറിയാമോ? ഈ പിള്ളേരാണെങ്കിൽ 10-25 കൊല്ലമായിട്ട് ഗണഗീതം തൊട്ട് പാടി തുടങ്ങിയ പിള്ളേരാണ്. അവർ കഷ്ടപ്പെട്ട് കയറി വന്നു. അവരുടെ നാട്ടിലെ ഒരു അമ്പലത്തിലെ, അവരുടെ സ്വന്തം നാട്ടിലെ സ്വന്തം അമ്പലത്തിലെ പുനരുദ്ധാരണത്തിന് അവിടുത്തെ ക്രിസ്ത്യൻ പള്ളി, തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ പള്ളിയിലെയും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ളവര് സഹായിച്ച് അവർക്ക് വേണ്ടി ഫ്രീ ആയി ചെയ്തു കൊടുത്ത പരിപാടിയാണ്. അതും ക്ഷേത്രത്തിനകത്തല്ല, ക്ഷേത്രമതിലിന് പുറത്ത്. അവിടെ പള്ളിയുടെ മുറ്റത്താണ് പാർക്കിംഗ് അറേഞ്ച് ചെയ്തിരുന്നത്. അവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഈ കാവിലെ അമ്പലത്തിലെ ഉത്സവം പോകുമ്പോൾ അവിടെ മൊത്തം വിളക്ക് കത്തിച്ചു വെക്കുന്ന നല്ല സൗഹാർദ്ദപരമായിട്ട് നാട്ടുകാർ ജീവിക്കുന്ന ഒരു സ്ഥലം. കുറെ ഹിന്ദു താലിബാനികൾ, തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് വെറുതെ നാണക്കേട് ഉണ്ടാക്കാൻ. എന്നിട്ട് മിണ്ടാതിരിക്കുന്ന RSSന് ചുമ്മാ ചീത്തപ്പേരും ഉണ്ടാക്കി കൊടുക്കും. ഇവനൊക്കെയാണോ RSS ചെയ്യുന്ന പ്രവർത്തനം, അതിന്റെ എന്തെങ്കിലും പരിപാടിയോ കാണണമെങ്കിൽ അതിന്റെ 7 അയലോക്കത്ത് പോലും വരാത്തവനാണ്. കുറെ ഫേസ്ബുക്ക് തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. വിനോദ് കാർത്തിക എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റ് വായിച്ചു തുടങ്ങാം ഈ വികാരത്തെക്കുറിച്ച്. നന്ദഗോവിന്ദത്തെ അടിച്ച് ഫേസ്ബുക്കിന്റെ മൂലക്കിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഹൈന്ദവ പോരാളികൾക്ക് എൻ്റെ കൂപ്പുകൈ. ഒപ്പം ഓരോ ഉപ്പുഷോടെയും ഹൈന്ദവതയ്ക്ക് വേണ്ടി നിലകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. വെൽ ഡൺ മൈ ബോയ്സ്. ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം പാടി അത് ഗാനമേളയ്ക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ
ഭജനയായതുകൊണ്ട് ഹൈന്ദവതയ്ക്കെതിരെയുള്ള വെല്ലുവിളിയായി കണക്കാക്കി നന്ദഗോവിന്ദത്തെ ഇനി വച്ചേക്കരുത്, ഇതായിരുന്നു കണ്ടതിൻ്റെ ആകത്തുക. ഇത്രയും ആയപ്പോൾ സോഷ്യൽ മീഡിയയിൽ പിന്നെ പുകിലായി. ക്ലൈമാക്സിന് മുൻപേ പടം പൊട്ടിയെന്ന് റീൽസ് ഇറക്കുന്ന നാടായതുകൊണ്ട് അതിൽ അത്ഭുതമില്ല. ഇതിനിടയിൽ തന്തയില്ലാത്ത പോസ്റ്റ് കാർഡുകൾ ഇറക്കി RSSനെ പതിവ് പോലെ കൂട്ടിക്കെട്ടി നന്ദഗോവിന്ദം വേഴ്സസ് RSS എന്ന നരേറ്റീവ് എത്തിച്ച് ചിന്നാടൻ പിള്ളേരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി. നമ്മുടെ തോമസ് ഐസക് അടക്കമുള്ളവർ സംഘപരിവാർ ഫാസിസത്തിനെതിരെ ചാടിയിറങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നഞ്ച് കലക്കാൻ ഇരുന്നവൻ്റെ കയ്യിൽ തോട്ട കിട്ടിയ അവസ്ഥയിലായി. കാണാമറയത്തിരുന്നവരൊക്കെ വ്യാജ സ്ക്രീൻഷോട്ടും വ്യാജ ലോഗോയും വെച്ച് വരെ നന്ദഗോവിന്ദത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ കാർഡ് ഇറക്കി. ചുരുക്കി പറഞ്ഞാൽ നന്ദഗോവിന്ദവും ഹിന്ദുവും രണ്ട് തട്ടിലാക്കി. RSS ക്രിസ്ത്യാനിക്കെതിരുമായി, സംഘികൾ ക്രിസ്ത്യൻ ഭക്തിഗാനത്തെ വെറുക്കുന്നവരുമായി. ക്രിസ്ത്യൻ മതത്തിൽ എല്ലാവരും മതം മാറ്റി ചിന്താഗതിയുള്ളവരല്ലല്ലോ. മോഡി പ്രധാനമന്ത്രിയായതിൽ അഭിമാനം കൊള്ളുന്ന നിരവധി പേരെ എനിക്കറിയാം. അങ്ങനെയുള്ളവരെയാണ് ഇത്തരം വിവാദങ്ങളിലൂടെ നാം അകറ്റുന്നത്. നവീൻ മോഹൻ ജനിച്ചു വളർന്ന നാട്ടിൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി സൗജന്യമായി അവർ പ്രോഗ്രാം നടത്തി. അതും ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിൽ മറ്റൊരു സൗകര്യപ്രദമായ സ്ഥലത്ത്. നവീൻ പഠിച്ച പള്ളിയുടെ സ്കൂളിൽ നിന്നുള്ള അധ്യാപകർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം ക്ഷേത്ര ദേശവിളക്കിന് പള്ളിയിലും വിളക്ക് വയ്ക്കുന്നൊരു പതിവുണ്ട്. നാട്ടുനടപ്പനുസരിച്ച് എല്ലാവരും ക്ഷേത്രത്തിന് നിർമ്മാണ പിരിവ് നൽകിയെന്നും അറിയുന്നു. അവർക്ക് കൂടിയാണ് ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം ആലപിച്ചത്. മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എല്ലാവരും ക്രിസ്ത്യൻ ഭക്തിഗാനം അമ്പലത്തിനുള്ളിൽ പാടിയെന്നത് ക്രിസ്ത്യാനിക്ക് ഹിന്ദുമതത്തിൽ നുഴഞ്ഞു കയറാൻ വളമിടുന്ന പണിയായിപ്പോയെന്ന് തോന്നിയാണ് ഇതിനെതിരെ പടവാളെടുത്തത്. പക്ഷേ ജനറലൈസ് ചെയ്ത് കാര്യങ്ങൾ കാണുമ്പോൾ സംഭവിക്കാവുന്ന സ്വാഭാവിക പിഴവാണ് നന്ദഗോവിന്ദത്തിനെതിരെ കലുതുള്ളാൻ കാരണം. അമ്പലപ്പറമ്പുകളിൽ നടക്കുന്ന ഡബിൾ മീനിങ് കോമഡിയും നാടകങ്ങളിൽ കാണുന്ന നിരീശ്വരവാദ സ്ക്രിപ്റ്റുകളും നമ്മെ തെല്ലും അലോസരപ്പെടുത്തുന്നില്ല. നന്ദഗോവിന്ദത്തിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ സ്വീകരിക്കാൻ വേറെ ആളുണ്ട്. ഇങ്ങനെ ആട്ടിപ്പായിച്ചിട്ട് നിങ്ങൾ എന്തു നേടും? അങ്ങനെ ദൃഷ്ടിയിൽപ്പെടാതെ പോലും ആട്ടിപ്പായിച്ചവരൊക്കെ മറ്റിടങ്ങളിൽ ഇടം കിട്ടി. ഇന്ന് നിങ്ങളെക്കാൾ വളർന്ന് അവർ തിരിഞ്ഞുകുത്തുന്നത് കാണാതിരിക്കരുത്. മുൻപ് ജാതിബോധത്തിൽ ചെയ്തു വച്ചതിൻ്റെ പാടാണ് ഇന്ന് ഹിന്ദു അനുഭവിക്കുന്നത്. ഭജനയോ ഭക്തിഗാനമേളയോ എന്തുമായിക്കോട്ടെ, അവർ ഉയർത്തിവിട്ട യുവാക്കളെ പിടിച്ചിരുത്തിയ ഒരു ഫീലുണ്ട്. അത് റദ്ദ് ചെയ്യാൻ നിങ്ങൾക്കാകില്ല, അത് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്കാകില്ല. ചേർത്ത് പിടിക്കാൻ പറയുന്ന ഹൈന്ദവതയാണ് നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ തള്ളിപ്പറയാനും ആട്ടിപ്പായിക്കാനും ആഹ്വാനം ചെയ്യുന്നത്. ചെയ്യാനുള്ള വലിയ കാര്യങ്ങൾ അട്ടത്ത് വെച്ചിട്ട് ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾ തൂങ്ങിയാടരുത്. വേണമെങ്കിൽ ആടിക്കോ. ആറ്റുകാൽ പൊങ്കാലയിട്ട റനീഷിനെയും വിഷുക്കണി കാണാൻ പോയി ലീഗ് വനിതാ നേതാവിനെയും സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിട്ടവരും നന്ദഗോവിന്ദത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ആലീസ് ഉണ്ണികൃഷ്ണൻ മന്ത്രങ്ങൾ ഉരുവിടുന്നത്, യേശുദാസ് ലയിച്ചു പാടുന്ന ഹരിവരാസനമൊക്കെ നമ്മൾ ആസ്വദിക്കുന്നവരാണ്. ഇത്തരം വിവാദങ്ങൾക്ക് വളമിടുന്ന നേരത്തെ 10 പിള്ളേരെ ചേർത്തിരുത്തി ലേശം ഭഗവത്ഗീത ചൊല്ലിക്കൊടുക്കാൻ കഴിയുമോ? ഹിന്ദു ഉണരേണ്ടതും വളരേണ്ടതും ഇത്തരം മൂല്യങ്ങളിൽ നിന്നാണ്. വീണുപോയ അത്തരം ശീലങ്ങളെ തിരികെ കൊണ്ടുവരാതെ ഇതുപോലെ 3 ദിവസത്തേക്ക് മൂത്രത്തിൽ പിടിച്ചു കയറുന്ന പണിക്ക് വന്നിട്ട് കാര്യമില്ല. ഹിന്ദു ഭജനയിൽ ക്രിസ്ത്യൻ ഗാനം പാടിയെന്നത് വിവാദമാക്കുമ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്നത് വിടവുകളാണ്. കാടടച്ച് വെടിവെക്കുമ്പോൾ നശിക്കുന്നത് സാധാരണ മനുഷ്യർ തമ്മിലുള്ള പരസ്പര വിശ്വാസങ്ങളാണ്. കേരള കൗമുദിയുടെ ഏതെന്ന് പറയുന്ന പോസ്റ്റ് കാർഡ് 03 മാർച്ച് 2026 ഓൺലൈൻ പൂച്ചാണ്ടികൾ അവരെ ഹിന്ദുത്വ അജണ്ടയാണെന്നൊക്കെ പറഞ്ഞ് തകർക്കാൻ ശ്രമിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് പറഞ്ഞൊന്ന് ഉള്ളതിന് തിരക്കണം. പിന്നെ മെൽവിൻ ജെയിംസ് എന്നൊരു ഫേക്ക് ചെന്നായ മുട്ടനാടിനിടയിൽ നിൽക്കുന്നത് ശ്രദ്ധിക്കുക. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരെയും വൃത്തിക്ക് ആരോ ഊഞ്ഞാലാട്ടി. ഇതാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഏറ്റവും കൃത്യമായ പ്രതികരണം. ഷാബു പ്രസാദ് ഇങ്ങനെ എഴുതുന്നു: നന്ദഗോവിന്ദം ഭജൻസ് അടിമുടി ഒരു പ്രൊഫഷണൽ മ്യൂസിക് ഗ്രൂപ്പാണ്. ഭജന ജനപ്രിയമായ കാലത്ത് അത് അവരുടെ ടൂൾ മാത്രമാണ്. ഒന്നുമില്ലായ്മയിൽ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ വളർന്നാണ് അവരിപ്പോൾ ഇത്ര വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നേടിയത്. ഏതൊരു സ്ഥാപനവും വളരുന്നത് പോലെ തന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് അവർ ചോദിക്കുന്ന പണം കൊടുത്ത് വിളിക്കുന്നിടത്ത് പോയി പരിപാടി അവതരിപ്പിക്കുന്നു. ശബ്ദവും വെളിച്ചവും LED ഡിസ്പ്ലേയും വിഷ്വൽസും എല്ലാം ഉപയോഗിച്ചുള്ള ഒരു എക്സ്ട്രാവഗൻസ. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കാശ് കൊടുത്ത് പാസ് എടുത്തു പോകുന്നു. ഓരോ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് അവർ അവരുടെ പ്രോഡക്റ്റ് പരീക്ഷിക്കും. വിജയിച്ചാൽ അതെടുക്കും. ഏത് എപ്പോൾ എവിടെ പാടണമെന്ന് അവരുടെ വിളിക്കുന്നവരുടെയും മാത്രം സൗകര്യമാണ്. അവർ സമയമാം രഥത്തിൽ പാടിയെന്നിരിക്കും, 1000 കാതം അകലെയാണെങ്കിലും പാടിയെന്നിരിക്കും, ബലികുടീരങ്ങളെ പാടിയെന്നിരിക്കും, പരമപവിത്രമാം പാടിയെന്നിരിക്കും. കാശ് മുടക്കി വിളിക്കുന്നവർക്കോ കാശ് വാങ്ങി പാടുന്നവർക്കോ ഇല്ലാത്ത പ്രശ്നം മറ്റാർക്കും തോന്നേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എതിർപ്പുള്ളവർ വിളിക്കേണ്ട, പരിപാടിക്ക് പോകേണ്ട, അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ ഒരു പ്രൊഫഷണൽ മ്യൂസിക് ഗ്രൂപ്പ് എന്ത് പാടണം പാടരുതെന്നൊക്കെ തീരുമാനിക്കുന്നത് മറ്റുള്ളവരാരെ. എന്നാൽ ഭജന എന്ന് പറയരുത് എന്നാണ് മറ്റൊരു വാദം. ഏതു പേര് വേണമെങ്കിലും ആർക്കും എന്തിനുമിടാൻ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. ഇവരെ ഹിന്ദുത്വത്തിന് പ്രചാരകരെ കണ്ട് അനാവശ്യമായി സോഷ്യൽ മീഡിയ ഹൈപ്പ് കൊടുത്ത് ഹോയ് ഹോയ് പാടി നടന്നവർക്കാണ് ഏറ്റവും പ്രശ്നം.
എനിക്ക് പരിപാടിയോട് അന്നും ഇന്നും വലിയ താല്പര്യം തോന്നിയിട്ടില്ല. കോഴിക്കോട് ഫ്രീ പാസ് കിട്ടിയിട്ടും പോകാൻ തോന്നിയിട്ടില്ല. അതെൻ്റെ താല്പര്യം. ഇനി തെറി വിളിച്ച് ഇവരെ മറ്റൊരു വേടനാക്കിയാലേ ചില സൈദ്ധാന്തികർക്ക് സമാധാനമാവുകയുള്ളൂ. ഞാൻ ഈ വായിച്ചതൊക്കെ യഥാർത്ഥ ഹിന്ദുക്കളുടെ, മിക്കവരും RSSനോടും BJPയോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നവരാണ്, അവരുടെ കുറിപ്പുകളാണ്. സോഷ്യൽ മീഡിയയിൽ BJPക്ക് വേണ്ടി, മോദിക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്നവരാണ്. ഇതാണ് യഥാർത്ഥ ഹിന്ദുവിൻ്റെ, യഥാർത്ഥ വിശ്വാസിയുടെ വികാരം. അല്ലാതെ വികാരം പ്രകടിപ്പിക്കുന്നവർ മനുഷ്യരല്ല. അവർക്ക് വർഗീയ കുത്തിത്തിരിപ്പ് വേണം. അവർക്ക് ഹിന്ദുവിൻ്റെ മൊത്തക്കച്ചവടം കയ്യിലെടുക്കണം. ഹിന്ദുവിൻ്റെ സഹിഷ്ണുതയും മറ്റുള്ളവരുടെ സ്നേഹവും അവർക്കില്ലാതാക്കണം. വടക്കേ ഇന്ത്യയിൽ പലയിടത്തു നിന്നും നമ്മൾ കേൾക്കുന്ന തരത്തിൽ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് ഈ സമൂഹത്തെ ചാടിച്ചു വിടാൻ ശ്രമിക്കണം. എല്ലാ മതത്തിൽപ്പെട്ടവരും ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് ഇക്കൂട്ടർ. ഇവരെയാണ് ഹിന്ദു സമൂഹം സൂക്ഷിക്കേണ്ടത്. ഇവരെയാണ് ഹൈന്ദവ വിശ്വാസികൾ ഭയക്കേണ്ടത്.